2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ UDFും തെരഞ്ഞെടുപ്പിൻ്റെ സന്നാഹങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കീഴിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതിനുവേണ്ടി അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ സുപ്രധാനമായ ഘട്ടമാണിത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അതുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ 1-2 ആഴ്ചയായി UDFുമായി ഘടകകക്ഷികളുമായിട്ടും കോൺഗ്രസ് നേതൃത്വവുമായിട്ടൊക്കെ സജീവമായ ചർച്ച നടത്തുകയുണ്ടായി. മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നതാധികാര സമിതി എന്നതുപോലെ തന്നെ കീഴ്ഘടകങ്ങൾ അവരെല്ലാം അന്യോന്യം പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. ഇന്ന് അതിപ്പോടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് നമുക്കറിയാവുന്നതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മുഖമാണല്ലോ. കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുവാനും ആ പാർലമെൻ്ററി രാഷ്ട്രീയത്തെ സമ്പന്നമാക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് 3 സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് നിർത്തുന്നത്. ആ 3 സ്ഥാനാർത്ഥികളെയും ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ്. അതിൽ കേരളത്തിൽ നിന്ന് 2 സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് 1 സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക. തമിഴ്നാട്ടിൽ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ UDFിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു. തമിഴ്നാട്ടിൽ അവിടെ DMKയുമായിട്ട് യോജിച്ചു നിന്നുള്ള ഒരു മുന്നണിയിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനിയിൽ ശ്രീ അബ്ദുസ് സമദാനി സാഹിബാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ്, സിറ്റിംഗ് MP ആണ്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ഇനിയിപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ എല്ലാ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കേരളത്തിൽ UDFിൻ്റെ 20 മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് ചെയ്യാനുള്ളത്. എന്നതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ DMK മുന്നണിയായി ചേർന്നുള്ള ആ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരെ ദ്വേഷത്തിൻ്റെയും എന്നതുപോലെ തന്നെ അകൽച്ചയുടെയും രാഷ്ട്രീയത്തിനെതിരെ സൗഹൃദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗവാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രാജ്യസഭാ സീറ്റിന് ഇപ്പോൾ വരാനിരിക്കുന്ന ഒഴിവ് ഏതാണ്ട് ജൂണോടെ വരും. ആ ഒഴിവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ്. അതിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. അത് അപ്പോഴത്തെ കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ. അതിൻ്റെ സമയമാകുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് അപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ഞങ്ങളെല്ലാ കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. You can say about Tamil Nadu. One word, 1 or 2 words. Tamil Nadu.
As far as Tamil Nadu is concerned, as our national leader, Imam al-Hind, Sadiq Ali Shah Tangal has rightly said, some 1 month before, under the presidency of Sadiq Ali Shah Tangal, the political advisory committee met in Kerala, and that committee we decided to open discussions with UDF, DMK in Tamil Nadu, UDF in Kerala, in other states, possibly with people of India Alliance people. Therefore, in that way, we opened discussion with DMK, and we demanded only 1 seat in Tamil Nadu. That specifically we said Ramnad should be allotted to us, because the Ramnad people as well as Muslim Leaguers and DMK people and alliance parties also, they said it is better to have Ramnad constituency. Therefore, we insisted Ramnad constituency should be allotted to Indian Muslim League. That's the one thing. Then we said from 1952 onwards in Tamil Nadu, DMK helped us to send one person to Rajya Sabha, starting from Qaida Millat, ending with Rifai Sahib, and so many people are also there. Qaida Millat was there, Abdul Samad was there, Rifai was there, Azam Aidin was there. For about 30 years, that continuity of sending one member to Rajya Sabha by DMK continued. Then after, due to political situations, that come to an end. Therefore, we made a demand. We made a demand to DMK leadership that the old history should be repeated, and in a repetition, continuation of that old history, you can also think of allotting one Rajya Sabha seat for us, and Pujali Kuti Sahab, Tangal and Basir Sahab, all these people came to Chennai and met Stalin and make the demand also. Therefore, in that way, what they said is, they will consider. Now we finalize the Lok Sabha seats. When after some time, we can think of Lok Sabha, Rajya Sabha seat. At that time, we will consider your demand. പറഞ്ഞത് പിന്നെ കേരളത്തിൽ UDF ആയിട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ്. ഇന്ന് പ്രതിപക്ഷ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ അതിലൊന്നും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത്. തമിഴ്നാട്ടിൽ ഉള്ള കാര്യമാണ് ഖാദർ മൊയ്തീൻ സാഹിബ് വിശദീകരിച്ചത്. അവിടെയും ആ ആവശ്യമുണ്ട്. അവിടെ അത് ഫൈനലൈസ് ആയിട്ടില്ല. അതിൻ്റെ സമയത്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും IUML, ഇന്ത്യൻ യൂണിവേഴ്സൽ ലീഗ് പാർലമെൻറ്റിൽ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ചിഹ്നത്തിൽ തന്നെ 3 മെമ്പർമാർ ഉണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയിലും ഒരു മെമ്പറുണ്ട്. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രണ്ടാവുക എന്നുള്ളത് ചരിത്രത്തിലാദ്യമാണ്. മാറി മാറി വന്ന തമിഴ്നാട്ടിലെ സ്ഥിതിയാണ് ഖാദർ മൊയ്തീൻ സാഹിബ് പറഞ്ഞത്. അവിടെ തുടർച്ചയായി DMK മുന്നണിയിൽ ഇരിക്കുകയും വിശ്വസ്തയോടുകൂടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യുകയും ജയിക്കുകയും, അത് ഖാദർ മൊയ്തീൻ സാഹിബ് തന്നെ MP ആയിരുന്നു പാർലമെൻറ്റിൽ. യു റിപ്രസെൻറ്റഡ് DMK വൺസ് ഇൻ ലോക്സഭ മത്സരിച്ച് ജയിച്ചിരുന്നു. ഇനിയൊരു രാജ്യസഭാ സീറ്റ് കൂടി വരാനുണ്ട് എന്നുള്ളതാണ്. അത് ആ സമയത്ത് കൺസിഡർ ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പാർട്ടി വളരെ ശക്തമായി മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഖായിദെ മില്ലത്ത് സെൻറ്റർ ഇനോഗ്രേഷൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാവും. ഖായിദെ മില്ലത്ത് സെൻറ്ററിൻ്റെ പ്രോപ്പർട്ടി കഴിഞ്ഞ ആഴ്ച തങ്ങൾ പോയി ഏറ്റുവാങ്ങി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ റിപ്പയർ ജോലികളും മോഡി പിടിപ്പിക്കലുമാണ്, ഭംഗി ഉണ്ടാക്കലുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോഴേക്ക് തിരഞ്ഞെടുപ്പ് കഴിയും. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങളതിൻ്റെ ഇനോഗ്രേഷൻ നടക്കും. ഓൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ UP-യിലൊക്കെ അലയൻസ് ശരിയായി വരുന്നുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പല
കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും ജനങ്ങളെ ബാധിക്കൂല. ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ ഉണർന്നു വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്ന ഓരോ സംസ്ഥാനങ്ങളും. DMK മുന്നണി തമിഴ്നാട്ടിൽ തൂത്തുവാരും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. കേരളത്തിലും അതുപോലെ തന്നെ UDFന് നല്ല ഇതുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ പൊതുവിൽ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യത ഓരോ സംസ്ഥാനത്തും തെളിയുന്നുണ്ട്. നേരത്തെ ഉണ്ടാകുന്ന സാഹചര്യം വളരെ വേഗം മാറി വരുന്നുണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്തപ്പോൾ വിലയിരുത്തിയത്. നാളെ മുതൽ കാൻഡിഡേറ്റ്സിനൊക്കെ ലോഞ്ച് ചെയ്യും. എന്ത് ഫോർമുല? അങ്ങനെയൊന്നുമില്ല. വളരെ കാഴ്ചയോട് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, 2 സീറ്റ് ലീഗിനുണ്ട്, 2 സീറ്റ് ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ നിങ്ങൾക്ക്, അതിനിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പാർട്ടി നേതാക്കളുടെ സേവനം എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ എന്നുള്ളത്. അതാണ് കേരളത്തിൽ 4 MP. ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവും. 3 ലോക്സഭ ഉണ്ടാവും, 2 രാജ്യസഭ ഉണ്ടാവും. പഞ്ചായി. അതെ. അപ്പൊ 5 പാർലമെന്റിൽ 5ആയി. ലോക്സഭ, രാജ്യസഭ വളർച്ച തന്നെയാണ്. ആറാവും. അതാണ് കാറുമായി പറഞ്ഞത്. അതൊന്നും ഉണ്ടാവില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDFന്റെ മുന്നേറ്റം നമുക്ക് കാണാം. ഓക്കെ. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 മണ്ഡലങ്ങളിലാണ് ലീഗ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി. പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയാണ്. പിന്നീട് മത്സരിക്കുന്ന തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണ്. അവിടെ നവാസ് ഗനിയാണ് അവിടുത്തെ സിറ്റിംഗ് MP ആണ് ഇക്കുറി മത്സരിക്കുക. DMK മുന്നണിയുടെ ഭാഗമായിട്ടാണ് ലീഗ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു രാജ്യസഭാ സീറ്റ് ജൂണിൽ ഒഴിവ് വരുന്നത് ലീഗിന് നൽകും എന്നുള്ള തീരുമാനമായിട്ടുണ്ട്. അതിൽ ആരെയാണ് മത്സരിപ്പിക്കേണ്ടതെന്ന കാര്യം ആ ഘട്ടത്തിൽ തീരുമാനിക്കുമെന്നാണ് ലീഗ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. മുന്നണിയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് ലീഗ് പൂർണ്ണമായും കടന്നു കഴിഞ്ഞെന്നും പ്രചാരണത്തിലേക്ക് ശക്തമായി ഇറങ്ങാൻ പോകുന്നു എന്നുള്ള സൂചന കൂടി നേതാക്കൾ ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നൽകിയിരിക്കുന്നു. B. ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, ലീഗിന്റെ 3ാം സീറ്റ് എന്ന ആവശ്യം പതിവ് പോലെ തന്നെ ഇക്കുറിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. പതിവ് പോലെ തന്നെ അതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് UDF നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വിജയസാധ്യതകൾ മുൻനിർത്തി മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിനെയും പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും സ്ഥാനാർത്ഥിയാക്കാൻ ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. ലീഗ് വീണ്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് ഈ നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ? ഗോപി, ഇക്കുറിയും മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദതന്ത്രം നടപ്പായില്ല. 2 സീറ്റ് എന്ന കോൺഗ്രസ് നിർദ്ദേശത്തിന് മുസ്ലിം ലീഗ് വഴങ്ങിയിരിക്കുകയാണ്. പൊന്നാനി, മലപ്പുറം എന്നീ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കുന്നതിന് ഇപ്പോൾ ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. ശ്രദ്ധേയമായ കാര്യം ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പരസ്പരം മാറ്റിയിരിക്കുന്നു എന്നതാണ്. പൊന്നാനിയിൽ നിന്ന് അബ്ദുൾ സമദ് സമദാനിയായിരിക്കും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും സ്ഥാനാർത്ഥികളാകും. നേരത്തെ തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ മുസ്ലിം ലീഗിൻ്റെ കോട്ടകളിൽ ഉണ്ടായിട്ടുള്ള ഭൂരിപക്ഷ കുറവാണ് ഇതിൽ പ്രധാനമായും ഈ സ്ഥാനാർത്ഥികളെ വെച്ചുമാറുന്നതിന് മുസ്ലിം ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് UDFനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ തവണ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തോളം വോട്ടുകൾക്ക് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ വിജയിച്ച് കയറിയ ആ മണ്ഡലത്തിൽ ആണ്, അതിനകത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDFന്റെ വോട്ട് നില, ലീഗിൻ്റെ വോട്ട് നില ഗണ്യമായി താഴുകയും LDFനേക്കാൾ 10,000-ലധികം വോട്ടുകളുടെ മാത്രം മേൽക്കൈ മുസ്ലിം ലീഗിന് ഉണ്ടാവുകയും ചെയ്തത്. ഇതോടെയാണ് ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റണമെന്ന ചർച്ച മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ ശക്തമായത്. അത് മലപ്പുറത്തെ സ്ഥിതിയും മറ്റൊന്നായിരുന്നില്ല. മലപ്പുറത്ത് 2019 മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം, 2.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ SFI നേതാവ് VP സാനു
അത് ഏതാണ്ട് 1,14,000 എന്ന നിലയിലേക്ക് അവിടെ UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഏതായാലും മുസ്ലിം ലീഗ് നേതൃത്വം സമഗ്രമായി തന്നെ ചർച്ച ചെയ്താകാം ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പരസ്പരം വെച്ചുമാറിയിരിക്കുന്നത്. മാത്രമല്ല യുവാക്കളെ രംഗത്തിറക്കണമെന്ന യൂത്ത് ലീഗിൻ്റെ ആവശ്യമടക്കം മുസ്ലിം ലീഗ് നേതൃത്വം തഴയുകയും ചെയ്തിട്ടുണ്ട്. PK ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം യൂത്ത് ലീഗ് ശക്തമായി ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ ആ ആവശ്യവും മുസ്ലിം ലീഗ് നേതൃത്വം അംഗീകരിച്ചിട്ടില്ല. ഏതായാലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മത്സരരംഗം ഇതോടുകൂടി ഏതാണ്ട് സജീവമായിരിക്കുകയാണ് കേരളത്തിൽ. മുസ്ലിം ലീഗ് 3 സീറ്റ് ചോദിച്ചു, 2 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്ന ഈ വർഷം ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാം എന്ന ഉറപ്പാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 1962 മുതൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുസ്ലിം ലീഗ് 2 സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത്. ഇക്കുറിയും ആ കീഴ്വഴക്കത്തിന് മാറ്റമില്ല. ഗോപി. ദിലീപ് കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ സീറ്റ് വെച്ചുമാറ്റത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയുമാണ് മത്സരിക്കുന്നത് എന്ന പ്രഖ്യാപനം മാത്രം ലീഗ് നടത്തിയിരിക്കുന്നു. രാജ്യസഭാ സീറ്റ് ജൂണിൽ ഒഴിവിൽ വരുമ്പോൾ ആര് മത്സരിക്കണമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കും എന്നുമാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. 3-ാം സീറ്റ് എന്ന ആവശ്യം ഇക്കുറിയും നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. പതിവ് പോലെ ലീഗ് 2 സീറ്റുകളിലേക്ക് ലീഗിന്റെ മത്സരം കേരളത്തിൽ ഒതുങ്ങുകയാണ്.